അപ്പോൾ ചില താരങ്ങൾ പറയും ഞാനിന്ന് വില്ലൻ ചെയ്യില്ല, വില്ലൻ ചെയ്താൽ ഓഡിയൻസ് എന്നോട് വെറുപ്പ് വരും. ഇല്ല, ഓഡിയൻസിനറിയാം ഇത് സിനിമയാണെന്നറിയാം, അഭിനയമാണെന്നറിയാം. അവിടുന്ന് പിന്നെ ഒരു മാറ്റം ഞാനും ആഗ്രഹിച്ചിരുന്നു, ഒരു മാറിയൊരു കഥാപാത്രം ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ കിട്ടിയതാണ് ഈ അനിയൻ ബാവ ചേട്ടൻ ബാവയിലെ അനിയൻ ബാവ. അപ്പം അന്നേ വരെയുള്ള എൻ്റെ വില്ലൻ കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു പോസിറ്റീവ് ക്യാരക്ടർ, ആ പോസിറ്റീവ് ക്യാരക്ടർ നല്ല സ്ട്രോങ്ങുമായിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ സിമ്പതി കിട്ടുന്നൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഞാൻ സ്വന്തമായി സംവിധാനം ചെയ്ത അച്ചാമ്മക്കുട്ടിയിലെ അച്ചായൻ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. അപ്പോഴും ഞാനൊരു പരിപൂർണ്ണ സംതൃപ്തനായിട്ടില്ലായിരുന്നു. ഇത് പോരെ, എനിക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യണം. ഈ വില്ലൻ ഇമേജിൽ നിന്ന് മാറി വില്ലത്തരം ചെയ്യുന്ന ഈ വില്ലൻ അഭിനയിക്കുന്ന മോശമെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ചോറതാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ചോറതാണ്. അങ്ങനെ നിൽക്കുമ്പോൾ മലയാള നാടകവേദിക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ശക്തനായ നാടകൃത്തുണ്ട്, ബെന്നി പി നായരമ്പലം. അദ്ദേഹം ഒന്ന് സിനിമയിൽ വളരെ തിരക്കാണ്. അവൻ എനിക്ക് തന്നൊരു ഗുരുദക്ഷിണയുണ്ട്, അതാണ് തൊമ്മനും മക്കളിലെ തൊമ്മൻ. അപ്പോൾ എൻ്റെ ഈ തൊഴിലിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. തൊമ്മനെ കണ്ടവർക്ക് ഇന്നലെ വരെ കാണിച്ച രാജൻ ബിദേവിൻ്റെ വില്ലത്തരങ്ങൾ മറക്കാൻ പെട്ടെന്ന് സാധിച്ചു. തൊമ്മന് ശേഷവും ഞാൻ വീണ്ടും വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ഗ്രാഫിലെ ഒരു വലിയ മാറ്റം വരുത്തിയിരിക്കുന്നത് തൊമ്മനും മക്കളിലും തൊമ്മനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചില കഥാപാത്രങ്ങൾ വീണ് കിട്ടുമ്പോൾ അത് നിറഞ്ഞ മനസ്സോടാണ് ഞാൻ സ്വീകരിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രേക്ഷകൻ എന്നെ മറക്കരുത്, മരണം വരെ അഭിനയിക്കാൻ കഴിയുക,